ഈശോയിൽ ഏറ്റവും പ്രിയ നിറഞ്ഞവരെ, ശിമിയോന്റെ ഭവനത്തിൽ വിരുന്നിന് വരുന്ന ഈശോയുടെ അടുക്കിലേക്ക് വരുന്ന ഒരു പാപിനിയായ സ്ത്രീയെ നമ്മൾ ലൂക്കാസ് വിശേഷം 7-ാം അധ്യായത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. 7-ാം അധ്യായത്തിലെ 38-ാം വാക്യത്തിലെ അവളുടെ പ്രവർത്തികൾ ഒരു സുവിശേഷാത്മക ജീവിതത്തിൻ്റെ 6 ഭാഷകളെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുകയാണ്. പാദങ്ങൾ മുറിയുന്ന സുവിശേഷാത്മക ജീവിതത്തിൻ്റെ 6 മാർഗങ്ങളെ ഈ പാപിനിയായ സ്ത്രീയുടെ പ്രവർത്തികളിലൂടെ നമുക്ക് വിചിന്തനം ചെയ്യാം. ആ വചനം ഇപ്രകാരമാണ്. 38-ാം വാക്യം: അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. സുവിശേഷാത്മക ജീവിതത്തിൻ്റെ 1-ാമത്തെ ഭാഷ, 1-ാമത്തെ മാർഗം, അവൻ്റെ പിന്നിൽ പാദത്തിനരികെ നിൽക്കുക. ഈശോയുടെ പിന്നിൽ പാദത്തിനരികെ നിൽക്കുക. പാദത്തിനരികെ നിൽക്കുക എന്നുള്ളത് ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ, അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യൻ്റെ ശരീര ഭാഷയാണ്. പാദം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നിലപാടുകളെയും ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തെയെല്ലാം സൂചിപ്പിക്കുന്ന വാക്കാണ്. അവൻ്റെ പിന്നിൽ പാദത്തിനരികെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ ഗുരുവിൻ്റെ ജീവിതത്തെ, ജീവിത നിലപാടുകളെ, ജീവിത ദർശനത്തെ, ജീവിതത്തിൻ്റെ നന്മകളെയെല്ലാം സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ഒരു സുവിശേഷാത്മക ജീവിതം നയിക്കാനായിട്ട് പ്രതിജ്ഞയെടുത്തതിൻ്റെ ഒരു പ്രവൃത്തിയാണത്. ശിഷ്യനായ പത്രോസ് ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് കയറി നിന്നപ്പോൾ ഈശോ പറയുന്നു, സാത്താനെ, നീ ദൂരെ പോവുക, നീ എനിക്ക് പ്രതിബന്ധമാണ്. ഗുരുവിൻ്റെ പിന്നിൽ അവൻ്റെ പാദത്തിനരികെ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥ ശിഷ്യനായി നമ്മൾ മാറുന്നത്. മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ മറിയം പാദത്തിനരികെ ഇരുന്നു കൊണ്ട് അവൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നത് കാണുന്നുണ്ട്. ഈശോ പറയുന്നു, മറിയം ഏറ്റവും മനോഹരമായത്, ഏറ്റവും നല്ലത് മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു, നല്ല ഭാഗം ഇവൾ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. പ്രിയ നിറഞ്ഞവരെ, ശിഷ്യത്വത്തിലേക്ക് നടന്നെടുക്കുന്ന നമ്മൾ, ഒരു ശിഷ്യത്വത്തിൻ്റെ ഗുണങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, ഒരു സുവിശേഷാത്മക ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ 1-ാമത്തെ ഭാഷ, പാദങ്ങൾ മുറിയുന്നതിൻ്റെ 1-ാമത്തെ മാർഗം, ക്രിസ്തുവിന് പിന്നിൽ പാദത്തിനരികെ നിൽക്കുക. അവൻ്റെ ജീവിത ദർശനങ്ങളെയും അവൻ്റെ നന്മകളെയും ജീവിത ശൈലികളെയും നിലപാടുകളെയും സ്വന്തമാക്കുവാനുള്ള പ്രതിജ്ഞയോടെ ഈ പാപിനിയായ സ്ത്രീയെപ്പോലെ നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരൻ ഈശോനാഥ, സുവിശേഷാത്മക ജീവിതം നയിക്കുവാൻ കടപ്പെട്ടവനാണ് ഓരോ ശിഷ്യനും. അങ്ങയിൽ വിശ്വസിക്കുന്ന, അങ്ങയെ അനുഗമിക്കുന്ന, അങ്ങയുടെ പിന്നാലെ വരുന്ന ഓരോ മക്കളുടെയും, ഓരോ ശിഷ്യൻ്റെയും കടമ അങ്ങയുടെ പിന്നിൽ പാദത്തിനരികെ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങയുടെ ജീവിത നിലപാടുകളെയും അങ്ങയുടെ ദർശനങ്ങളെയും നന്മകളെയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് സ്വാംശീകരിച്ച് ആ ജീവിത ശൈലി ഞങ്ങളുടെ ജീവിതത്തിൽ അനുകരിക്കുവാനുള്ള വലിയ കൃപ ദിവ്യകാരണ ഈശോയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകിയാലും. കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ
ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ യേശുവേ ആരാധന. കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.